റിയാക്ട് ബിഗിനർ ഫ്രണ്ട്ലി ചലഞ്ചസ്. റിയാക്ട് പഠിച്ചു വരുന്നവർക്കും കുറച്ച് ബേസിക്സ് ഒക്കെ അറിയുന്നവർക്ക് നിങ്ങൾ പഠിച്ച നോളജിനെ ഒന്ന് ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞ് ചലഞ്ചസ് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ വളരെ അഡ്വാൻസ് ലെവലിൽ ഒന്നുമില്ല, പഠിച്ചു വരുന്നവർക്ക് മാത്രം ഹെൽപ്ഫുൾ ആവുന്ന തരത്തിലുള്ള കുറച്ച് ചലഞ്ചസ് ആണ് ഞാനിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ചലഞ്ചസും നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക പോസ് ചെയ്തതിന് ശേഷം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകത്തുള്ളൂ. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ഫോളോ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ബേസിക് ജാവാസ്ക്രിപ്റ്റ് നോളജും റിയാക്ട് നോളജും ഉള്ളവർക്ക് സുഖമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ജേസും ടൈപ്പ് സ്ക്രിപ്റ്റുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതും അറിയാത്തവർക്കും ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട്. ഫസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് റാൻഡം കോഡ് ജനറേറ്റർ. ഇങ്ങനൊരു ചലഞ്ച് നമുക്ക് കിട്ടുന്ന സമയത്ത് ആദ്യം നമുക്ക് ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ ആയിരിക്കും നമ്മുടെ ഡിസ്പ്ലേ, UI ഡിസ്പ്ലേ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡേറ്റ ഫെച്ച് ചെയ്യേണ്ടത്, എത്രത്തോളം സ്റ്റേറ്റ് വേരിയബിൾസ് വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ ചെറിയൊരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് കോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇറേസറിൽ പോയതിന് ശേഷം ഇവിടെ നമുക്കൊരു മൈൻഡ് മാപ്പ് പോലെ ജസ്റ്റ് ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം. ഒന്നുമില്ല, ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഒരു ഡിവ് ഉണ്ടാവും. ഡിവിനുള്ളിൽ നമുക്കൊരു ബട്ടൺ ഉണ്ടാവും. ഓക്കെ, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റാൻഡം കോഡ് ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ API ഉണ്ട്. API നമുക്ക് ഡേറ്റ ഫെച്ച് ചെയ്തിട്ടായിരിക്കും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റാൻഡം ആയിട്ടുള്ള കോഡ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു അറേ ഓഫ് കോഡ്സ് നമുക്ക് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ആ അറേയിൽ നിന്ന് ഫെച്ച് ചെയ്ത് റാൻഡം ആയിട്ടുള്ള കോഡ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ രണ്ട് രീതിയിലും ചെയ്ത് നോക്കുക. ഈ രണ്ട് രീതിയിൽ ഞാനും ഇവിടെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കൂടെ ചെയ്ത് നോക്കുക, പറ്റുന്നില്ലെങ്കിൽ മാത്രം ഫോളോ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ API ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്, ഗെയിം ഓഫ് ത്രോൺസ് കോഡ്സ് XYZ. ഈ വെബ്സൈറ്റ് ഈ ലിങ്കിൽ പോയതിന് ശേഷം ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഡേറ്റ കിട്ടുന്നത്. അപ്പം സെൻറ്റൻസ് ആണ് നമ്മുടെ കോഡ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ടെർമിനലിൽ പോയതിന് ശേഷം ഞാൻ ടെർമിനലിൽ പോയി mkdir എന്നൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുകയാണ്. റിയാക്ട് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. CD റിയാക്ട് സ്റ്റേഷൻ കൊടുത്തതിന് ശേഷം അതിലോട്ട് പോയി ഈ ഫോൾഡറിനുള്ളിലാണ് ഞാൻ Next.js ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് Next.jsന്റെ വെബ്സൈറ്റിൽ പോയതിന് ശേഷം Next.js റിയാക്റ്റിൻ്റെ ഫ്രെയിം വർക്കാണ്. പുതുതായിട്ട് ഇതിലൊന്നുമില്ല. വളരെ റിയാക്റ്റ് അറിയാവുന്നെങ്കിൽ സുഖമായിട്ട് നമുക്ക് കോഡ് ചെയ്ത് പോകാമെന്നുള്ളത് വളരെ പവർഫുള്ളും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിം വർക്കാണ്. ഒന്ന് ട്രൈ ചെയ്യും. ഇത് നിങ്ങൾ ഇതുവരെ റിയാക്റ്റ് ട്രൈ ചെയ്തിട്ടില്ല എങ്കിലും ജസ്റ്റ് ഫോളോ ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിരിക്കും. കുറച്ച് ഐഡിയാസ് കിട്ടും. എങ്ങനെയാണ് നമുക്കൊരു ആപ്ലിക്കേഷൻ ഡിക്ലെയർ ചെയ്ത് നമുക്കൊരു ജസ്റ്റ് നമ്മുടെ പ്രോജക്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ബേസിക് ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്കിവിടെ ജസ്റ്റ് സ്റ്റാർട്ടിൽ പോയതിന് ശേഷം ഇൻസ്റ്റാളേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോഡ് കിട്ടും. ഓക്കെ, ഈ കമാൻഡ് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു ഡോട്ട് കൂടെ കൊടുക്കുന്നു. കാരണം എനിക്ക് ഈ ഒരു ഫോൾഡറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അല്ലാതെ ഞാൻ ഈ ഒരു കമാൻഡ് റൺ ചെയ്യുകയാണെങ്കിൽ പുതിയൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിലായിരിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ഡോട്ട് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ ഈ കറണ്ട് ഡയറക്ടറിയിൽ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യും. ടൈപ്പ് സ്ക്രിപ്റ്റാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ESLint, Tailwind S, സോഴ്സ് ഡയറക്ടറി നോ, ബ്രൗസർ S നോ. ഒരിക്കലും ഡിഫോൾട്ട് ആയിട്ടുള്ള ചോയ്സ് സെലക്ട് ചെയ്തിട്ട് ഞാൻ പ്രൊജക്റ്റ് ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു വർക്ക് സ്റ്റേഷന് ഞാൻ കോഡ്
റൂട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കഴ്സറിൽ ഓപ്പൺ ചെയ്തു. കഴ്സറാണ് ഞാൻ ഉപയോഗിക്കുന്ന IDE വളരെ പവർഫുള്ളാണ്, AI ഇൻറ്റിഗ്രേറ്റഡ് ആണ്. സോ വെരി സൂപ്പർ കൂൾ. ഓക്കെ, ഇവിടെ വന്നതിന് ശേഷം ഞാൻ വീണ്ടും ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് npm run കൊടുത്തു. നമുക്ക് എന്താണ് നിലവിൽ നമ്മുടെ പ്രോജക്റ്റ് സ്ട്രക്ചർ, എങ്ങനെയാണ് അത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഈ ഒരു ലിങ്കിൽ പോയിട്ട് നമുക്ക് ലോക്കൽ ഹോസ്റ്റ് 3000 നമ്മുടെ പോർട്ടലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ആപ്പാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു നെക്സ്റ്റ് ആപ്പ്. ഇങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം, ഇനിഷ്യലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആ ഫോൾഡറിനുള്ളിൽ പോയിട്ട് പേജിനുള്ളിൽ പോയി ഈ പേജാണ് നമുക്ക് ബേസിക്കലി റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനുള്ളിൽ എന്താണുള്ളത് അതാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ തൽക്കാലം ഇവിടെ വന്നതിന് ശേഷം ഇതിനുള്ളിൽ ഞാനൊരു ഡിവ് ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഞാൻ കൊടുത്തു, ഞാൻ പറഞ്ഞു റിയാക്ട് ചലഞ്ചസ് എന്ന് കൊടുത്തു. ഓക്കെ, നമ്മളിവിടെ വരുന്ന സമയത്ത് അത് കിട്ടും, അത് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ വന്ന ശേഷം നമുക്ക് കുറച്ച് CSS കൊടുത്തു. ക്ലാസ് നെയിമിൽ പോയതിന് ശേഷം ഇതിന് നമുക്ക് ഫ്ലെക്സ് കൊടുത്തു, ഐറ്റം സെൻറ്ററാക്കി, ജസ്റ്റിഫൈ സെൻറ്ററാക്കി. ഇത് നമുക്കൊരു ഞാനൊരു H1 കൊടുത്തു. കൊടുത്തു ക്ലാസ് നെയിം ടെക്സ്റ്റ് ഒരു 5XL കൊടുത്തു. ടെക്സ്റ്റ് കളർ നമുക്ക് എന്ത് കൊടുക്കാം, ഒരു കൊടുത്തു. ഓക്കെ, നമ്മൾ സൂപ്പറായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സൂപ്പർ കോൾ. ഓക്കെ, റിയാക്ട് ചലഞ്ചസ് എന്ന് പറയുന്ന ഒരു ഇതാണ് നമ്മുടെ ഒരു ഹോം പേജ്. നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് 3000 പോർട്ടിൽ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വെബ്സൈറ്റ് ഇതാണ്. ഓക്കെ, റിയാക്ട് ചലഞ്ചസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. ഇതിനുള്ളിൽ നമുക്ക് ഒരു ലിങ്ക് കൊടുക്കാം. ഓക്കെ, ഇതിന് ഒരു p ടാഗ് ഞാൻ ഇട്ടതിന് ശേഷം ഇതിനുള്ളിൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് റാൻഡം കോഡ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ. അപ്പോൾ ഇതിന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പേജിൽ നമുക്ക് പോകണം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ബാക്കി എല്ലാ ചലഞ്ചസും നമ്മൾ ഈ ഒരു സീരീസിൽ നമ്മൾ ഒരു 10, 20, 25 ചലഞ്ചസ് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്തു വരും. അപ്പോൾ ഓരോ ചലഞ്ചസും ഇതിനുള്ളിൽ ഓരോരോ ലിങ്കായിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂവറിനെയോ അല്ലെങ്കിൽ ജോബിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതൊരു പോർട്ട്ഫോളിയോ ആയിട്ട് ഉപയോഗിക്കാം. ഇത് കൂടാതെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ടു ഡു ലിസ്റ്റ് ആപ്പോ അല്ലെങ്കിൽ ക്വിസ് ആപ്പ്, അങ്ങനത്തെ ബേസിക് സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ടതിന് ശേഷം ഇതൊക്കെ ഒരു ലിസ്റ്റായിട്ട്, ഒരു കോമൺ ആയിട്ടൊരു സ്ഥലത്ത് ഇത് നമുക്ക് ഹോസ്റ്റ് ചെയ്തിട്ട് ഡിപ്ലോയ് ചെയ്ത് നമുക്ക് ഇൻ്റർവ്യൂ സമയത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഫ്ലെക്സ് കോളം കൊടുക്കാം. ഓക്കെ, ഫ്ലെക്സ് കോൾ കൊടുത്തു. ഓക്കെ, കോൾ കൊടുത്ത് ഇവിടെ വന്നു. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പോകണം. അപ്പോൾ അതാണ് നെക്സ്റ്റ്.js-ൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നെക്സ്റ്റ്.js നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് റാൻഡം എന്ന് പറഞ്ഞൊരു ഫോൾഡർ കൊടുത്തു. ഓക്കെ, ഇതിനുള്ളിൽ page.tsx എന്ന് കൊടുക്കുമ്പോൾ RAFC കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റാൻഡം കോഡ് കൊടുത്തു. ഓക്കെ, ഇനി നമ്മളിവിടെ പോയിട്ട് നമുക്ക് ഈ ഒരു റാൻഡം കോഡ് എന്ന് പറയുന്ന റൗട്ടിൽ നമ്മൾ പോകുന്ന സമയത്ത് ആ പേജിൽ നമ്മൾ പോകും. നമ്മളിവിടെ വേറെ ഒന്നും ചെയ്തില്ല. ഒരു പേജിനെ നമ്മൾ റൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുകയോ ഒന്നും നമ്മൾ ചെയ്തില്ല. പക്ഷേ ഇവിടെ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു പേജിൽ ആക്സസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഹോം പേജിൽ നമുക്ക് ഈ ഒരു പേജിലോട്ട് ആക്സസ് കിട്ടണമെങ്കിൽ നമുക്കിവിടെ നെക്സ്റ്റ്.js വരുന്ന നമുക്കൊരു ലിങ്ക് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലിങ്ക് പോയതിന് ശേഷം നമുക്കിവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ href കൊടുത്താൽ മതി. href കൊടുത്തതിന് ശേഷം
സ്ലാഷ് റാൻഡം കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ കോ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ പേജിൽ പോകും. അങ്ങനെ നമുക്ക് നിങ്ങൾ ചെയ്യുന്ന ബാക്കി എല്ലാ ഫയൽസ്, എല്ലാ ചലഞ്ചസും നമുക്ക് ഹോം പേജിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതാണ് ഒരു ബേസിക് പ്രോജക്റ്റ് സ്ട്രക്ചർ. ഓക്കെ, ഇനി നമുക്ക് റാൻഡം കോഡ് പേജിൽ പോകുന്നു. ഇവിടെയാണ് നമുക്ക് റാൻഡം കോഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനായി ആദ്യം നമുക്ക് ഒരു ഡിവ് വേണം. ക്ലാസ് നെയിം BGYellow with full height 300 pixel കൊടുത്തു. ഓക്കെ, റാൻഡം കോഡ്. ഓക്കെ, ഇതിന് നമുക്ക് ഫ്ലെക്സ് ഐറ്റം സെൻറ്റർ ജസ്റ്റിഫൈ സെൻറ്റർ കൊടുത്താൽ മതി. ജസ്റ്റിഫൈ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും. ഓക്കെ, ഇത് നമുക്കൊരു വെച്ച് കൊടുക്കുകയാണ്. കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ കൂടെ കൊടുക്കാം. ഓക്കെ, ബട്ടൺ ഗെറ്റ് എ കോട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൂടെ കൊടുക്കാം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ റാൻഡമായിട്ട് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യണം. അതിന് നമുക്ക് ഈ ഒരു ബട്ടണിന് പകരം നമുക്ക് വളരെ സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു ഷാർട്ട്സീനിൻ്റെ കോമ്പോണൻറ്റ് ലൈബ്രറിയാണ്. ഒരു CSS കോമ്പോണൻറ്റ് കൈൻഡ് ഓഫ് ലൈബ്രറി, ബിൽഡ് യുവർ കോമ്പോണൻറ്റ് ലൈബ്രറി. ഇവിടെ നമുക്ക് എന്ത് കോമ്പോണൻറ്റ് വേണോ നമുക്ക് ഇവിടെ സൂപ്പറായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ടിക്കിങ് സെലക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ ലിങ്ക് ആയിക്കോട്ടെ, എന്ത് വേണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതൊക്കെ ഇത് കോമ്പോണൻറ്റ്സ്, അക്കോർഡിയൻ, അലേർട്ട്, അവതാർ, കാർഡ്, ചാർട്ട്, ഇതെല്ലാം നമുക്ക് ചെക്ക് ബോക്സ്, ഇതെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇൻസ്റ്റാളേഷനിൽ പോയതിന് ശേഷം Next.js ഷാർട്ട്സീൻ ഇന്നിറ്റ് ഇവിടെ വന്നതിന് ശേഷം Ctrl+C കൊടുത്തു. എന്നിട്ട് ഞാൻ ഷാർട്ട്സീൻ ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളൊരു ബട്ടൺ കൂടെ കൊടുത്തു. ഓക്കെ, ബട്ടൺ ഇപ്പം നാച്ചുറൽ കൊടുത്തു, യൂസ് ഫോഴ്സും കൊടുത്തു. ഓക്കെ, കഴിഞ്ഞൊരു ബട്ടൺ ഷാർട്ട്സീൻ ആഡ് ബട്ടൺ. ഇപ്പം നമ്മൾ ആഡ് ബട്ടൺ കൊടുത്തതുപോലെ നമുക്ക് ഓരോ കോമ്പോണൻറ്റ്സും പുതുതായിട്ട് നമുക്ക് ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് നമുക്ക് എങ്ങനെ വേണോ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു. ഇവിടെ നമുക്ക് കോമ്പോണൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിൽ ബട്ടൺ ഉണ്ട്. ഓക്കെ, ഇവിടെ പേജിൽ പോയതിന് ശേഷം ഞാൻ ഈ ബട്ടണിന് പകരം ക്യാപിറ്റൽ ലെറ്റർ കോമ്പോണൻ്റ് ആണ്. ഓക്കെ, ബട്ടൺ കോമ്പോണൻ്റ് UI ബട്ടൺ കിട്ടി. ഇവിടെ വന്നതിന് ശേഷം ഞാനിവിടെ കൊടുത്തു ഗെറ്റ് ന്യൂ കോഡ്. ഓക്കെ, ഗെറ്റ് ന്യൂ കോഡ് എന്ന് പറയുന്ന സമയത്ത് റൺ ചെയ്യിക്കുക. npm run dev ഇവിടെ വന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ആവുന്ന സമയത്ത് നമുക്കിവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബട്ടൺ കിട്ടി. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു കോഡ് വേണം. അപ്പോൾ നമുക്കിവിടെ ക്ലാസ് മാർജിൻ ടോപ്പ് ഒരു 10 കൊടുക്കാം. ഓക്കെ, വേറെ CSS ഒന്നും വേറെ സംഭവം ഒന്നും നോക്കുന്നില്ല. ജസ്റ്റ് ഇതിനും കൂടെ ഒന്ന് റൗണ്ടഡ് ഒരു
4XL കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കോർണർ ഇതാക്കി കിട്ടും. ഓക്കെ, ടോപ്പ് 10. ഓക്കെ, നമ്മളിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഔട്ട് കാണിക്കണം. ഇതാണ് നമ്മുടെ ഫങ്ഷൻ, ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ കാണിക്കാം. നമുക്ക് ആദ്യം എങ്ങനെ നമുക്ക് ഒരു അറേ ഓഫ് ഇത് കൊടുത്തതിന് ശേഷം ഞാൻ ചാറ്റ് GPT പോകുന്നു. ഗീവ് മീ ആൻ array of 25 chords with the chord and a other object. അപ്പോൾ നമുക്കൊരു കോഡ്സ് കിട്ടി, ഓതറും കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടി. നമുക്ക് എൻ്റർ ചെയ്ത് നമുക്ക് കാണിക്കാം. നമുക്ക് എങ്ങനെ അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ നോക്കാം. ഓക്കെ, ഇത് കിട്ടി. ഇത് വന്നതിന് ശേഷം ഞാൻ പുതിയൊരു ഒരു ലൈബ്രറിയിൽ പോയിട്ട് ഞാനൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. codes.ts അതിനുള്ളിൽ ഞാനത് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് എക്സ്പോർട്ട് ചെയ്ത് കോൺസ്റ്റ് എക്സ്പോർട്ട്. ഓക്കെ, എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫയലിൽ വന്നതിന് ശേഷം ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് കോഡ്സ്. ഓക്കെ, കിട്ടി. ഇപ്പം കോഡ്സ് എന്ന് പറയുന്നത് ഒരു അരേ ഓഫ് കോഡ്സ് ആണ് കിട്ടി. നമുക്ക് ആദ്യം നമുക്ക് വേണ്ടത് നമുക്ക് ഇവിടെ കൊണ്ടുപോകും. അല്ലെങ്കിൽ തൽക്കാലം ഇവിടെ ഇത് നോക്കാം. നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, കോൺസ്റ്റ് ഗെറ്റ് കോഡ്. ഞാനിവിടെ ഒരു ആരോ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നു. ആരോ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഈ ആരോ ഫങ്ഷൻ അതെന്ത് നമുക്കത് ആരോ ഫങ്ഷൻ നമുക്ക് ഇതിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, console.log ഞാൻ ജസ്റ്റ് ഹലോ ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ ബട്ടണിനുള്ളിൽ ഞാൻ ഓൺ ക്ലിക്ക് ഹാൻഡലറിൽ ഞാൻ ഗെറ്റ് കോട്ട് വിളിക്കാം. ഓക്കെ, വിളിച്ചതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ക്ലാസ് നെയിം if you need a even handed cannot be passed as a client component. If you need an interactivity consider client. ഓക്കെ, നമുക്കൊരു ക്ലയൻറ്റ് കോമ്പോണൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, യൂസ് ക്ലയൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് കേസിൽ നമ്മൾ ക്ലയൻറ്റ് സൈഡ് റെൻഡറും സെർവർ സൈഡ് റെൻഡറും ഉണ്ട്. ഡീപ്പായിട്ട് കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണമെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ വായിക്കുക, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ്ങും സെർവർ സൈഡ് റെൻഡറിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് ഡേറ്റ ഫെച്ച് ചെയ്ത് നമുക്കിത് ഒരു ക്ലയൻറ്റ്സ് മീൻസ് നമ്മൾ ഫ്രണ്ട് ഇവിടെ UI ഡിസ്പ്ലേ ചെയ്യുന്ന പേജാണ് ഇത്. കാരണം ഇതൊരു യൂസ് ക്ലയൻറ്റ് ആയിരിക്കണം. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് റെൻഡർ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇവിടെ ഇൻസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ കൺസോളിൽ പോയതിന് ശേഷം ക്ലിയർ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹലോ പ്രിന്റ് ചെയ്യും. ദാറ്റ് മീൻസ് ദാറ്റ് ഫംഗ്ഷൻ ഈസ് വർക്കിംഗ് വെൽ. അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ രണ്ടും കോട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്കൊരു നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ കണ്ടാൽ മതി. നമ്മളുടെ UI നമ്മൾ കാണുന്ന ഭാഗം, ഓക്കെ, കാണുന്നത് കറണ്ട് സ്റ്റേറ്റ്. ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നു, നമ്മൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കളർ മാറുന്നു, എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു, അത് ആണ് നെക്സ്റ്റ് സ്റ്റേറ്റ്, അടുത്ത സ്റ്റേറ്റ്. ഇങ്ങനെ 2, 3, 4 എത്ര സ്റ്റേറ്റ് വേണോ നമുക്കിതിൽ ഡിക്ലെയർ ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഓക്കെ, ബേസിക്കലി ഇതാണ് നമ്മൾ സ്റ്റേറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 സ്റ്റേറ്റ് ഉണ്ട്. ഒന്ന് കറണ്ട് സ്റ്റേറ്റും അത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കോട്ട് കാണിക്കുന്ന സ്റ്റേറ്റ്. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു കോൺസ്റ്റ് ഇട്ടിട്ട് കോട്ട് സെറ്റ് കോട്ട് എന്ന് കൊടുത്തു. ഓക്കെ, സെറ്റ് കോട്ട് അസൈൻ യൂസ് സ്റ്റേറ്റ്
ഈ സ്റ്റേറ്റ് കൊടുത്തു. ഓക്കെ, സെറ്റ് കോട്ട് ഈ സ്റ്റേറ്റ് കൊടുത്തു. ഇതെന്താണെന്നാണെങ്കിൽ നമുക്ക് സ്ട്രിങ് എന്ന് കൊടുക്കാം. അത് ഇപ്പോൾ നമുക്ക് എനിക്ക് സ്ട്രിങ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ കോട്ടായിരിക്കും നമുക്ക് ഇവിടെ റണ്ടർ ചെയ്യുന്നത്. ഓക്കെ, കോട്ട് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഹലോ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഹലോ എന്ന് റണ്ടർ ആവും. ഇവിടെ നമ്മൾ യു ഐയിൽ ഹലോ എന്ന് റണ്ടർ ഇവിടെ ഇതിനനുസരിച്ച്. സോ അടുത്ത് ഈ ഹലോ ഒന്നെന്ന് നമ്മൾ ഹലോ ഒന്നെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നെന്ന് റണ്ടർ. അപ്പോൾ ഇതിനനുസരിച്ച് ഇവിടെ നമുക്ക് എന്താ മാറ്റം വരുന്നത് അതനുസരിച്ച് നമുക്ക് ഡിസ്പ്ലേയിൽ മാറ്റങ്ങൾ വരുത്താൻ സംഭവിക്കും. സോ നമുക്ക് ഈ ഒരു ഫങ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഈ കോട്ടിനെ നമുക്ക് ചേഞ്ച് ചെയ്യണം. കോട്ടിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് കോട്ടുള്ളത്. അപ്പോൾ സെറ്റ് കോൾ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ നമ്മളിവിടെ വിളിക്കുന്നു. ഓക്കെ, സെറ്റ് കോളിനുള്ളിൽ നമുക്ക് ഈ ഒരു കോട്ട് അറേ ഓഫ് കോട്ട് നമ്മളിതുണ്ട്. ഓക്കെ, ഈ കോട്ട് നമുക്ക് ആദ്യം ഒരു റാൻഡം ആയിട്ടൊരു കോട്ടാണ് വേണ്ടത്. ഈ കോട്ടിൻ്റെ എന്ന് പറയുന്നത് ഈ കോട്ട്സിനുള്ളിൽ ഒബ്ജക്റ്റ് അറേ ഓഫ് ഒബ്ജക്റ്റ് ഒരു 25 ഉണ്ട്. അപ്പം 25 നമുക്കൊരു 25നുള്ളിൽ ഒരു റാൻഡം നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ കോൺസ്റ്റ് റാൻഡം നമ്പർ അസൈൻ മാത്ത് ഡോട്ട് റാൻഡം ഇൻറ്റു 25 പ്ലസ് 1 അങ്ങനെ ഞാൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഈ ഒരു റാൻഡം നമ്പർ എന്താണെന്ന് നമുക്ക് നോക്കാം. കൺസോൾ ലോഗ് റാൻഡം നമ്പർ. അപ്പോൾ ഓരോ തവണ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ റാൻഡം നമ്പർ നമുക്ക് മാറണം. ഓക്കെ, 15, 12, 13. അപ്പോൾ ഇതിനുള്ളിലായിരിക്കും നമുക്ക് റാൻഡം നമ്പർ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പാഴ്സിൻ മാത്ത് ഡോട്ട് ഫോർ കൊടുക്കാം. മാത്ത് ഡോട്ട് ഫോർ കൊടുക്കാം. ഓക്കെ, ഇൻറ്റ് മാത്ത് ഡോട്ട് ഫോർ ഇതുപോലൊരു ഡൗട്ട് വരുന്ന സമയത്ത് നമ്മൾ ചാറ്റ് ജി പി ടിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ആൻസർ കിട്ടും. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഡൗട്ട് ആവുന്ന സമയത്ത് ഇത് നോക്കി അതിനനുസരിച്ച് മാറും. അപ്പോൾ അടുത്ത പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് നമുക്കത് അറിയാമായിരിക്കും. ഇനി നമുക്കിവിടെ റാൻഡം നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ ഒരൊറ്റ സംഖ്യ കിട്ടി. അപ്പം ആ അരയ്ക്കുള്ളിൽ നിന്ന് ഈ ഒരു നമ്പറുള്ളതിന് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ സെറ്റ് കോട്ട് അസൈൻ കോട്ട് അരേ റാൻഡം നമ്പർ. ഓക്കെ, നമ്പർ ഡോട്ട് മറ്റെന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. കോട്ടിനുള്ളിൽ കോട്ട് നമ്പർ ഡോട്ട് കോട്ട്. ഓക്കെ, ഓക്കെ, നമുക്കിവിടെ കൺസോൾ ലോഗ് ഈ കോട്ട് ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കോട്ട് കിട്ടണം. കോട്ട് മാത്ത് കോട്ടിൻ്റെ റാൻഡം നമ്പർ
കോട്ട് എന്ന് പറയുന്നത് ഈ ഒരു അരയാണ്. അതിൻ്റെ മുകളിൽ കോട്ട് array of നോക്കുമ്പോൾ അത് വരുന്നില്ല. Uncode type cannot read the property or tsx. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആദ്യം ഇവിടെ കൺസോൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഞാൻ വിട്ടിട്ട് വന്ന സമയത്ത് ഇല്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ജസ്റ്റ് അത് മാത്രം കൊണ്ടുവരണം. സോറി, ജസ്റ്റ് കൂടെ ഉണ്ട്. ഓക്കെ, കിട്ടി. പ്ലോട്ട് കിട്ടി. ഓക്കെ, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സെറ്റ് കോട്ട് കൊടുക്കാം. സെറ്റ് കോട്ട് കൊടുത്തതിന് ശേഷം സെറ്റ് കോട്ടിനുള്ളിൽ ആൻഡ് നമ്പർ കോട്ട് കൊടുത്തു. ഓക്കെ, നമുക്ക് എന്ത് പറ്റി? I think there is some mistake. It's not printing there. So you state to this quote function the create function. Okay, I think the space should be capital. Page and exporting must be capital and should be use client. Okay. Okay. ഇത് നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് ഡീബഗ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് നോക്കാം. നമുക്കൊന്നുകൂടെ നമുക്ക് എല്ലാം നോക്കാം. കൺസോൾ ലോഗ് കൊടുത്തതിന് ശേഷം കൺസോൾ ഡോട്ട് ലോഗ് റാൻഡം നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. റാൻഡം നമ്പർ unquoted. Okay, page to show it no listed frame. I think there is some issue. Let me see what is this in the ChatGPT. Okay, it's like you are trying to access undefined property index get code function and so on. It's on the okay. Console log
നമുക്ക് റാൻഡം നമ്പർ. ഓക്കെ, ക്യൂട്ട്. ഓക്കെ, restart again and see what is the problem. When I try to, yeah, I think there is some caching issue, something like that. And a number is printing, and but set again. That's off, and a number dot quote. Okay, we're gonna print എന്നിട്ട് ഈ quote നമുക്ക് ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ആരയിലുള്ള എല്ലാ കോഡ്സിനും നമുക്ക് റാൻഡമായിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും. ഓക്കെ, സോ സോൾട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയുക. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് റാൻഡം ഒരു അറയിലുള്ള പ്രോപ്പർട്ടീസിനെ നമുക്ക് റാൻഡമായിട്ട് റെൻഡർ ചെയ്യിക്കാനായിട്ട് പറ്റുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ നമുക്ക് ഒരു ഡാറ്റ API ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ നോക്കാം. താങ്ക് യു.